ശ്രീ സേതുക്കുട്ടൻ അടക്കം നമ്മൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ധീരരായ നേതാക്കന്മാർ ഒത്തിരി പേർ നമ്മളെ വിട്ടുപോയി. അവരോടുള്ള ആദരസൂചകമായി ഒരു മിനിറ്റ് നേരം മൗനം. പ്രിയപ്പെട്ടവരെ, സംഘടനാ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി KPCCയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീ സൈമൺ അലക്സ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ നിറഞ്ഞ സദസ്സിലാണ് നമ്മൾ ഇന്നിവിടെ ഈ കമ്മിറ്റി കൂടുന്നത്. നിങ്ങൾക്കറിയാം, 2-3 മാസമായി ഇവിടെ മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ച ഒഴിവിൽ നമുക്കൊരു പുതിയ ആളിനെ കണ്ടെത്തുന്നതിൽ പാർട്ടിക്കകത്ത് 2-3 പേരുകൾ ചർച്ചയ്ക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പേരിലേക്ക് എത്താൻ നമുക്ക് താമസം വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ DCC ചെയ്തത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് ചാർജ് കൊടുത്ത് 14 വാർഡുകളിൽ 9 വാർഡ് കമ്മിറ്റികൾ നല്ല നിലയിൽ ഇവിടെ രൂപീകരിച്ചു. 5 വാർഡ് കമ്മിറ്റികളുണ്ട് എടുക്കാൻ. അവിടെ നമുക്ക് അല്പം ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. മണ്ഡലം പ്രസിഡന്റായിട്ട് 2 പേരാണ് DCCയിൽ ചർച്ചയ്ക്ക് വന്നത്. ഒന്ന് ഷാജികുമാറിനെ നമ്മൾ വെക്കാനുള്ള 2 കാരണങ്ങൾ: ഒന്ന്, കുമ്മളുമായി കേന്ദ്രീകരിച്ചു വരുന്ന ഒരാൾ; 2, ഇവിടെ നേതൃത്വത്തിൽ എപ്പോഴും വരുന്നത് ഒരു പ്രത്യേകമായ ഒരു സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്ന പാർട്ടിയുടെ ഒരു മതേതര കാഴ്ചപ്പാട്, എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും നമ്മൾ പാർട്ടി വന്നാലേ നമുക്കത് നല്ല നിലയിൽ നമ്മളൊരു പാർട്ടിയെ കൊണ്ടുപോകൂ എന്ന ഒരു പാർട്ടിയുടെ ചിന്തയും കൊണ്ടാണ്, നേതാക്കന്മാരുടെ ചിന്തയും കൊണ്ടാണ് താരതമ്യേന സംഘടനാപരമായ നിരന്തര പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനല്ലായിരുന്നെങ്കിലും പുതിയൊരാളായിരുന്നെങ്കിലും നമ്മൾ ഷാജികുമാറിനെ പരിഗണിച്ചത്. അപ്പൊ ഷാനവാസായിരുന്നു 2ാമത് പരിഗണനയെ വന്നത്. മുർഷാദ് 5 വർഷം കഴിഞ്ഞു പൂർത്തിയായതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം ഉടൻ തന്നെ കൊടുക്കണ്ട എന്ന്. കാരണം 5 വർഷം കഴിഞ്ഞ എല്ലാവരെയും ജില്ലയിൽ കോൺഗ്രസിൽ നിന്ന് മണ്ഡല സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞത് അന്ന് ഒഴിവാക്കിയെങ്കിലും ശ്രീ ഷാനവാസ് മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിക്കൊണ്ട് ഒരു പരാതിയും പറയാതെ ആ ഭാഗത്ത് നല്ല ഒരു പ്രവർത്തനം, അതായത് ഒരു സിസ്റ്റമാറ്റിക്കായ കോൺഗ്രസിന്റെ KPC പ്രസിഡന്റായി ശ്രീ K. സുധാകരൻ വന്നതിന് ശേഷം അദ്ദേഹം എങ്ങനെയാണോ പാർട്ടിയുടെ താഴെ തട്ടില് പാർട്ടിയെ സജ്ജമാക്കുന്നത്, ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ബൂത്ത് പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ബൂത്തില് യൂണിറ്റുകൾ ഉണ്ടാക്കി, അവിടെ കമ്മിറ്റികൾ ശക്തിപ്പെടുത്തി, അവിടെ വോട്ടർമാരെ കൃത്യമായി ചേർത്ത് വിവിധ യൂണിറ്റുകളാക്കി CUCകൾ രൂപീകരിച്ച് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവരും വ്യക്തിപരമായി വിയോജിപ്പുള്ള ആളുകൾ പോലും ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ഖ്യാതി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. കാരണം ഒരു പ്രസിഡന്റ്ഷിപ്പിലേക്ക് അതിയായി ആഗ്രഹിച്ചാണ് അദ്ദേഹത്തിന് അതിനുള്ള സാധ്യതകളുള്ള ആളാണ്. കാരണം ഞാൻ കോളേജിൽ നിലമേ KSUവിന്റെ പ്രവർത്തനങ്ങളുമായി നേതൃത്വം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ, KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ നിലമേ കോളേജിൽ KSUവിന് വേണ്ടി ധീരമായി പൊരുതിയ ഒരു പ്രവർത്തകനാണ് ഷാനവാസ്. അന്ന് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ P. രാജേന്ദ്ര പ്രസാദിന്റെ 11/1/2025 കത്ത് പ്രകാരം നിയമിതനായ
കുമ്മിൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ ഷാനവാസ് AJ PKP ഹൌസ് മുക്കുന്നം എന്ന ഞാൻ ഇന്നേ ദിവസം 19/1/2025 ഞായറാഴ്ച കുമ്മിൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ ചുമതല ഇതിനാൽ ഏറ്റെടുത്തിരിക്കുന്നു.